ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതേ നമ്മൾ ഇന്ന് നല്ലൊരു അടിപൊളി പിക്കിളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, നമ്മൾ കുറച്ച് അരിനെല്ലിക്ക എടുത്തിട്ടുണ്ട്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കായംപൊടി, മുളക് പൊടി, വിനാഗിരി, കുറച്ച് പഞ്ചസാര. അതിനുശേഷം നമ്മളിതേ പാൻ അടുപ്പിലോട്ട് വെക്കുകയാണ്. പാനൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം മാത്രം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് വഴറ്റിയെടുക്കാം. നല്ലപോലെ അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഓരോ മസാലകൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ മുളക് പൊടി ഇട്ടതിന് ശേഷം കുറച്ച് ആവശ്യത്തിന് നമ്മൾ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. ഉലുവപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് കായം ചേർക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ടത് മിക്സ് ചെയ്തെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കറക്റ്റ് ഓർഡറിന് ഇടണമെന്നൊന്നുമില്ല. എല്ലാം ഒന്ന് നമുക്ക് ആ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അരിനെല്ലിക്ക എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ അത് വഴറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ച് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതേ നമ്മുടെ അരിനെല്ലിക്കയുടെ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പിക്കിളാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്